ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ 28 ഡേയ്സ് ഓഫ് മാജിക് അഥവാ ഗ്രാറ്റിറ്റ്യൂഡ് ചലഞ്ച്. നമ്മൾ ഇന്ന് അങ്ങനെ ഡേ 11 ആയി. സോ നിങ്ങൾ ഇതിന് മുന്നുള്ള വീഡിയോസ് കണ്ടതിന് ശേഷം മാത്രം ഡേ 11ലേക്ക് വരിക. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് എ മാജിക് മോർണിംഗ്. അതായത് നമ്മൾ എന്തിനൊരു കാര്യത്തിന് ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുന്നു, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താ, ഇപ്പോൾ ഏത് ചെറിയ കാര്യമാണെങ്കിലും നമ്മൾ എന്തുകൊണ്ട് അത് ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ ഈ കഴിഞ്ഞ 10 ദിവസമായിട്ട് നമ്മൾ ഇത് തന്നെയാണ് പിന്നെയും റിപ്പീറ്റ് ഒരു തരത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുന്നു, ചെറിയ കാര്യങ്ങൾക്കും വലിയ കാര്യങ്ങൾക്കൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷെ അത് കവർ ചെയ്യേണ്ട ഒരു സാധനമാണ് സത്യം പറഞ്ഞു ഇന്ന്. പക്ഷെ നമ്മൾ ഓവർ റിപ്പീറ്റേഷൻ്റെ ആവശ്യമില്ലല്ലോ. അതേപോലെ തന്നെ ഇന്നത്തെ മെയിൻ ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ രാവിലെ ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുന്നു, അത് എന്തുകൊണ്ട് കൊടുക്കുന്നു എന്ന് പറയുന്നതാണ്. ഉള്ളത് പറഞ്ഞാൽ നമ്മൾ ഇതും ഒരു വട്ടം കവർ ചെയ്തിട്ടുള്ളതാണ്. അതായത് നമ്മൾ കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ് ചെയ്യുന്നുണ്ടല്ലോ എല്ലാ ദിവസവും രാവിലെ. അത് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമ്മൾ എന്തിനാണ് ഇത് രാവിലെ ചെയ്യുന്നതെന്ന്. അതായത് നമ്മളൊരു ദിവസം രാവിലെ തുടങ്ങുമ്പോഴേ ആ ഗ്രാറ്റിറ്റ്യൂഡ് വെച്ച് തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു പോസിറ്റീവ് എനർജി വെച്ച് തുടങ്ങുമ്പോൾ നമ്മൾ അന്നത്തെ ദിവസം പോകുന്ന രീതി അങ്ങനെ ആ ഒരു സൈഡ് നമ്മൾ സത്യം പറഞ്ഞാൽ കവർ ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ ഇന്ന് നമ്മൾ അതിൻ്റെ കുറച്ചുകൂടി ഒരു ബ്രോഡർ വേർഷനാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ് നമ്മൾ രാവിലെ നീറ്റ് പല്ലൊക്കെ തേച്ച് പയ്യെ ഒന്ന് സെറ്റായി, പല്ല് തേക്കുന്നില്ലെങ്കിൽ പോലും ഇപ്പോൾ നീറ്റ് ഇന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നമ്മളത് എണീക്കുമ്പോഴേ ചെയ്തുകൊണ്ടല്ലോ വരുന്നത്. പക്ഷെ ഇന്നത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ രാവിലെ കണ്ണു തുറക്കുമ്പോഴേ നമ്മൾ താങ്ക് യു പറഞ്ഞ് വേണം തുടങ്ങാൻ. അതായത് താങ്ക് യു ഫോർ മീ ബീങ് സ്റ്റിൽ അലൈവ്, താങ്ക് യു ഫോർ ദിസ് ന്യൂ ഡേ എന്ന് പറഞ്ഞ് തുടങ്ങുമല്ലോ. അതായത് ഇന്നത്തെ ദിവസത്തിന് നന്ദി എന്ന് പറഞ്ഞ് വേണം തുടങ്ങാൻ. ആൻഡ് ഇന്നത്തെ പകൽ വരുന്ന ഇങ്ങനെയുള്ള മൈന്യൂട്ട് സാധനങ്ങൾക്ക് പോലും നമ്മൾ ഇന്ന് താങ്ക് യു പറയണം. അതായത് നമ്മൾ ഇപ്പോൾ രാവിലെ ബെഡിനെടുത്ത് കാലിൽ നിരത്ത് കുത്തുമ്പോൾ താങ്ക് യു ബിക്കോസ് ഐ ഹാവ് മൈ ലെഗ്സ്. നമ്മൾ പിന്നെ നടക്കുമ്പോൾ താങ്ക് യു ഐ ക്യാൻ വാക്ക്. നമ്മൾ പല്ല് തേക്കാൻ പേസ്റ്റും ബ്രഷ് എടുക്കുമ്പോൾ താങ്ക് യു ഐ ഹാവ് ദിസ്. അങ്ങനെ ലിറ്ററലി ടീനി ടൈനി ഒരു സാധനം പോലും വിടാണ്ട് നമ്മുടെ മുറ്റത്ത് കാണുന്ന അല്ലെങ്കിൽ നമ്മുടെ കണ്ണിന് മുന്നിൽ കാണുന്ന എല്ലാ സാധനങ്ങൾക്കും നമ്മളിന്ന് താങ്ക് യു കൊടുക്കുക എന്ന് പറയുന്നതാണ് നമ്മുടെ ടാസ്ക്. സോ നമ്മൾ നേരത്തെ പറഞ്ഞത് പകൽ എന്തുകൊണ്ട് ചെയ്യുന്നു എന്ന് വെച്ചാൽ നമ്മൾ രാവിലെ എണീക്കുമ്പോഴേ നമ്മുടെ മൈൻഡ് ഗ്രാറ്റിറ്റ്യൂഡിലേക്ക് ഫോക്കസ് ആവാനും, നമ്മൾ രാവിലെ എണീക്കുമ്പോഴേ ഒരു ദിവസം നമ്മൾ കംപ്ലീറ്റ്ലി പോസിറ്റീവായിട്ട് തുടങ്ങാനും. നമ്മൾ ഒരു സാധനത്തിനോട് ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മൾ ആക്ച്വലി നമുക്ക് വരുന്ന ഫീലിംഗ്, ഓ നമുക്ക് ഈ സാധനം ഉണ്ടല്ലോ എന്ന് പറയുന്നതിൻ്റെ ഒരു കൈൻഡ് ഓഫ് ഹാപ്പിനെസ് ആണ് നമ്മുടെ ഉള്ളിൽ ഫീൽ ചെയ്യുന്നത്. സോ രാവിലെ തന്നെ നമ്മുടെ മൈൻഡ് ഈ പറയുന്ന ഹാപ്പിനെസ് കൊണ്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡേ ആക്ച്വലി ഭയങ്കര ഭംഗിയായിട്ട് പോകും. നമ്മളിപ്പോൾ ഒരു ദിവസം രാവിലെ ഒരു ചെറിയ മോശം കാര്യം ഉണ്ടായാൽ പോലും, ഓ പുല്ലുന്ന ദിവസമേ പോയി, ഇന്ന് ആരെയാണോ പണിയേണ്ടതെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പോകുമല്ലോ. ഇതേ സാധനം തിരിച്ചും ബാധകമാണ്. രാവിലെ നല്ല രീതിയിൽ തുടങ്ങിയാൽ നമുക്ക് ദിവസം മൊത്തം നല്ല രീതിയിൽ പോകും. സോ നമ്മൾ ഇന്ന് കാണുന്ന ഓരോ മൈന്യൂട്ട് സാധനങ്ങളും, പക്ഷെ നമ്മൾ ഇത് ചെയ്തു എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ മറ്റത് കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ് ചെയ്യാതിരിക്കരുത്. ഇത് കഴിഞ്ഞിട്ടൊന്നുമില്ല, ഇത് കുറച്ച് ലോങ് പ്രോസസ് ആണല്ലോ. പകൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ കിടക്കുകയാണല്ലോ. അതിൻ്റെ കൂടെ നമ്മൾ നമ്മുടെ കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ് വേറെയും ചെയ്യണം, പക്ഷെ നമ്മൾ ഇതും ചെയ്യണം. പിന്നെ ഇപ്പോൾ ചിലപ്പോഴൊക്കെ നമുക്ക് രാവിലെ എണീക്കുമ്പോഴേ നല്ല മൂഡാവണമെന്നില്ല. നിങ്ങളിപ്പോൾ അലാറം മിസ് ചെയ്ത് അയ്യോ തേങ്ങ ഞാൻ ഓടിപ്പോട്ടെ ലേറ്റായി ഇന്ന് ദിവസമാണെന്നൊക്കെ ആലോചിച്ചായിരിക്കും നമ്മൾ ചിലപ്പോൾ എണീക്കുന്നത്. അപ്പോൾ നമ്മൾ ആലോചിക്കും ഈ വയ്യാവിൽ പിടിച്ച് നിൽക്കുന്ന നേരത്തെ ഞാനിപ്പോൾ എന്തിനാ ഇവിടെ താങ്ക് യു പറയുന്നതെന്ന്. പക്ഷെ നമ്മൾ അങ്ങനെ ആലോചിക്കരുത്. താങ്ക് യു നമ്മൾ വേറൊരു ദിവസത്തിന് വേണ്ടി അപ്പോൾ നമ്മൾ കൊടുക്കണം. താങ്ക് യു ഇസ് പെർമനൻറ്റ്. അതിപ്പോൾ അന്ന് അവിടെ ഉണ്ടായിരിക്കുന്നത് എന്താണെങ്കിലും നമ്മൾ താങ്ക് യു കൊടുക്കണം. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, നമ്മളിപ്പോൾ ഇന്ന് രാവിലെ എണീറ്റല്ലോ, ഐ എം അലൈവ് എന്ന് പറഞ്ഞാൽ നമ്മൾ താങ്ക് യു പറഞ്ഞല്ലോ. ലേറ്റ് ആയാലും ഞാൻ ഇന്ന് രാവിലെ എണീറ്റില്ലേ. ഇപ്പോൾ ഈ രാവിലെ എണീക്കുന്നു എന്ന് പറയുന്നത് നിങ്ങളൊരു ഒട്ടും വില കൽപ്പിക്കാത്തൊരു സാധനമായിട്ട് വിട്ടാൽ അതിപ്പോൾ രാവിലെ ദിവസം എണീറ്റില്ലെന്ന് നോക്ക്, തീർന്നില്ലേ. അപ്പോൾ നമുക്ക് ഈ രാവിലെ എണീറ്റു എന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ പോലും ചെയ്യാത്ത ആ മൈന്യൂട്ട് സാധനം ആണ് നമുക്ക് സത്യം പറഞ്ഞ ജീവിതത്തിലല്ല. ഉറക്കത്തിന് രാവിലെ എണീറ്റാലേ ഈ പറയുന്ന ബാക്കി ഏതും നമുക്കുള്ളൂ. സോ അതാണ് നമ്മൾ രാവിലെ ഉറക്കത്തിന് എണീക്കുമ്പോഴേ നമ്മളിതും പറഞ്ഞങ്ങ് തുടങ്ങുന്നത്. ആൻഡ് നമ്മൾ തൊടുന്ന നമ്മൾ കാണുന്ന എല്ലാ സാധനത്തിനും അതാണ് ഞാൻ ഇത് പിന്നെയും എടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മളൊരു സാധനം പോലും വിട്ടു പോകരുത് എന്നുള്ളത് കൊണ്ടാണ്. നമ്മളിപ്പോൾ ഇതത്ര ഇമ്പോർട്ടൻസ് ഉള്ള സാധനമല്ല എന്നോർത്ത് നമുക്ക് ഇന്ന് വിട്ട് കളയാൻ ഒരു സാധനവുമില്ല. ഇപ്പം നമ്മൾ ഈ കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ് ചെയ്യുമ്പോൾ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന, അല്ലെങ്കിൽ നമുക്ക് കമ്പാരിറ്റീവ്ലി ഉണ്ടായ കാര്യങ്ങളിൽ ഏറ്റവും നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങളാണല്ലോ നമ്മൾ എഴുതുന്നത്. നമ്മൾ മാജിക് റോക്ക് പിടിക്കുമ്പോഴും നമ്മൾ അന്നത്തെ ഏറ്റവും നല്ല കാര്യത്തിനാണല്ലോ നമ്മൾ നന്ദി പറയുന്നത്. പക്ഷേ ഇതിൽ നമ്മൾ ഒരു തരത്തിലെ ഭാവഭേദം ഒരു തരത്തിലുള്ള വിവേചനം ഇല്ലാണ്ട് നമ്മൾ കംപ്ലീറ്റ്ലി നമ്മുടെ കണ്ണിന് മുന്നിൽ പേന കണ്ടു, താക്കോല് കണ്ടു, വാതിൽ കണ്ടു, ജനൽ കണ്ടു, ആകാശം കണ്ടു, എല്ലാത്തിനും താങ്ക് യു. ഇന്ന് ഫുൾ താങ്ക് യു. താങ്ക് യുവിന് ഒരു എന്താ പറയുക, ഒരു കോംപ്രമൈസും ഇല്ല ആ കാര്യത്തിൽ. സോ അത്രേ ഉള്ളൂ ടാസ്ക്. പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ നമ്മളിത് ചെയ്തു കഴിഞ്ഞാൽ കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ് ചെയ്യാതിരിക്കരുത്. രാവിലെ ഇതിൽ നിന്ന് തുടങ്ങി പയ്യെ കൗണ്ട് യുവർ ബ്ലെസ്സിങ്സും ചെയ്തു, പിന്നെ ഇതിലേക്ക് തന്നെ പോയി. അത് കഴിഞ്ഞ് രാത്രിയാകുമ്പോഴേക്കും നമുക്ക് നമ്മുടെ മാജിക് റോക്കൊക്കെ എടുത്ത് ഇന്നത്തെ ഏറ്റവും നല്ല ഒരു കാര്യം താങ്ക് യു പറഞ്ഞിട്ട് നമുക്ക് ബൈ.